അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോ കെമിസ്ട്രി ചാപ്റ്റർ എൻസൈം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് എൻസൈം? ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ്. അപ്പോൾ ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ്. അവരെന്താ ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നവരാണ് ആര്? എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അവരെന്താ ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് യൂസ്ഡ് അപ്പ് ഓർ ചേഞ്ച് ഡ്യൂറിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ സമയത്ത് എൻസൈം മൊത്തത്തിൽ നശിക്കുക അല്ലെങ്കിൽ അതിന് മാറ്റം സംഭവിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എൻസൈം അത് ആ റിയാക്ഷൻ്റെ സമയത്ത് അത് യൂസപ്പ് ചെയ്യേ അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ്? എല്ലാ റിയാക്ഷൻസിലും ഓൾമോസ്റ്റ് എല്ലാ സെൽ റിയാക്ഷൻസിലും എന്തുണ്ട്? എൻസൈംസുകൾ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡപ്പ് കൂട്ടുന്നവരാണ് എൻസൈം. അവരൊരിക്കലും ആ ഒരു റിയാക്ഷൻ്റെ സമയത്ത് യൂസ് ചെയ്യേ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ മിക്ക സെൽ റിയാക്ഷനും എൻസൈംസ് ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എൻസൈംസിൻ്റെ പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ, സോ മിക്ക എൻസൈംസുകളെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസുകളാണ്. മിക്ക എൻസൈംസുകളും പ്രോട്ടീനുകളാണ്. അതിൽ കുറച്ച് എൻസൈംസുകൾ എന്താണ്? RNA കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവരാണ് റൈബോസോം. അപ്പോൾ മിക്ക എൻസൈംസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസുകൾ കൊണ്ടാണ്. വളരെ കുറച്ച് എൻസൈംസുകളാണ് RNA കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈബോസോയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, RNA. പിന്നെ അത് മാത്രമല്ല, എൻസൈംസ് എന്ന് പറയുമ്പോൾ ഹൈലി സ്പെസിഫിക് ആണ്. എപ്പോഴും ഒരു എൻസൈം അതിൻ്റെ സബ്സ്ട്രേറ്റ് വരുമ്പോഴാണ് അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വൺ എൻസൈം യൂഷ്വലി വർക്ക് ഓൺ വൺ സബ്സ്ട്രേറ്റ്. അപ്പോൾ അത് വളരെ ഹൈലി സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ എൻസൈംസ് എന്ന് പറഞ്ഞാൽ അവർ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നവരാണ് എൻസൈം. അതുപോലെ തന്നെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഒരു എൻസൈംസ് ഉള്ള സമയത്ത് എന്താണ്? ഒരു എൻസൈം ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ്? ഈ ആക്ടിവേഷൻ എനർജി വളരെ കൂടുതലായിരിക്കുള്ളൂ. ഒരു എൻസൈം ഉള്ള സമയത്ത് ഈ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ റേറ്റ് കൂട്ടുകയും ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ആൻഡ് ഡു നോട്ട് ചേഞ്ച് ഫൈനൽ ഇക്വിലിബ്രിയം. ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഒരു എൻസൈം യൂസ് ചെയ്താൽ ഇക്വിലിബ്രിയം ചേഞ്ച് ഒന്നും ആവണില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. അവർ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നവരാണ്. അതുപോലെ തന്നെ ഈ ഒരു എൻസൈം റിയാക്ഷൻ സമയത്ത് യൂസ് ചേഞ്ച് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. മിക്ക സെൽ റിയാക്ഷൻസിനും എൻസൈംസ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ എൻസൈമിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ മിക്ക എൻസൈംസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. കുറച്ച് RNA കൊണ്ടാണ്. അവരെ നമ്മൾ റൈബോസോംസ് എന്ന് പറയും. അവർ ഹൈലി സ്പെസിഫിക് ആണ്. റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നവരും ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നവരുമാണ്. അതുപോലെ തന്നെ ഫൈനൽ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ടൈപ്സ് ഓഫ് എൻസൈംസ് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. സിമ്പിൾ എൻസൈംസും അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് എൻസൈം. അപ്പോൾ സിമ്പിൾ എൻസൈം എന്ന് പറഞ്ഞാൽ അതിലാകെ ഒരു പ്രോട്ടീനേ ഉള്ളൂ, മെയ്ഡപ്പ് ഓഫ് ഒൺലി പ്രോട്ടീൻ. അവിടെ ദർ ഈസ് നോ കോഫാക്ടറീസ് നീഡഡ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ എൻസൈം എന്ന് പറഞ്ഞാൽ അതിലാകെ പ്രോട്ടീൻസുകൾ മാത്രമേ ഉള്ളൂ. കോൺജുഗേറ്റഡ് എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് മാത്രമല്ല, പ്രോട്ടീൻസ് കൂടാതെ നോൺ പ്രോട്ടീൻ പാർട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ എൻസൈം എന്ന് പറയുമ്പോൾ സിമ്പിൾ എൻസൈം എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ. കോൺജുഗേറ്റഡ് എൻസൈം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ കൂടാതെ അവിടെ നോൺ പ്രോട്ടീൻ പാർട്ടും കൂടി ഉണ്ട്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോൺ പ്രോട്ടീൻ പാർട്ട്, അപ്പോൾ കോൺജുഗേറ്റഡ് എൻസൈം എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രോട്ടീൻ പാർട്ടുണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടിനെയാണ് അപ്പോ എൻസൈം എന്ന് പറയുന്നത്. നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈം രണ്ട് ടൈപ്പ് ഉണ്ട്. സിമ്പിൾ എൻസൈം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ. കോൺജുഗേറ്റഡ് എൻസൈം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസും അതുപോലെ തന്നെ നോൺ പ്രോട്ടീൻ പാർട്സുകളുണ്ട്. കോൺജുഗേറ്റഡ് എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് അപ്പോ എൻസൈമും നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നോൺ പ്രോട്ടീൻ പാർട്ടിനെ പറ്റി നോക്കാം. കോഫാക്ടർ, നോൺ പ്രോട്ടീൻ പാർട്ടിനാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഈ കോഫാക്ടർ എന്ന് പറയുമ്പോൾ അത് മെറ്റൽ അയോൺസ് ആവാം, അല്ലെങ്കിൽ എന്താണ് കോ എൻസൈംസുകളാവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റൽ അയോൺസും ആവാം, കോ എൻസൈംസുകളാവാം. ഓക്കെ,
അത്ര ഓക്കെ അല്ലേ? പിന്നെ നമ്മളുടെ പ്രോട്ടീൻ പാർട്ട്, ഈ അപ്പോ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ പാർട്ടാണ്. നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. കോഫാക്ടർ 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ അയൺസ് അല്ലെങ്കിൽ കോഎൻസൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റൽ അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ അയൺ തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ട്. ഒന്ന് മെറ്റൽ ആക്ടിവേറ്റഡും അതുപോലെ തന്നെ മെറ്റലോ എൻസൈംസ്. അപ്പോൾ ഈ ഒരു മെറ്റൽ ആക്ടിവേറ്റഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ മെറ്റൽ അയൺ ലൂസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, മെറ്റാലോ എൻസൈം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട, ഒന്നുകൂടി പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് എൻസൈം എന്ന് പറയുമ്പോൾ സിമ്പിൾ എൻസൈംസ് ഉണ്ട്, കോൺജുഗേറ്റഡ് എൻസൈം ഉണ്ട്. സിമ്പിൾ എൻസൈം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. കോൺജുഗേറ്റഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ പാർട്ടുണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയും, നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ നോൺ പ്രോട്ടീൻ പാർട്ടായിട്ടുള്ള കോഫാക്ടർ 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ അയൺ ഉണ്ട്, കോഎൻസൈം ഉണ്ട്. മെറ്റൽ അയൺ 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ ആക്ടിവേറ്റഡ് ഉണ്ട്, മെറ്റാലോ എൻസൈംസുകളുണ്ട്. മെറ്റൽ ആക്ടിവേറ്റഡ് എന്ന് പറയുമ്പോൾ ലൂസ്ലി ബൗണ്ട് ആണ്, മെറ്റാലോ എൻസൈം എന്ന് പറയുമ്പോൾ ടൈറ്റ്ലി ബൗണ്ട് ആണ്. ഓക്കെ, ഇനി കോഎൻസൈം എന്ന് പറയുമ്പോൾ എന്താണ്? അതും ഇതുപോലെ തന്നെ 2 ടൈപ്പ് ഉണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പും കോ സബ്സ്ട്രേറ്റ് എന്ന് പറയും. ഓക്കെ, അതിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ടൈറ്റ്ലി ബൗണ്ട് ആണ്, കോ സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ലൂസ്ലി ബൗണ്ട് ആണ്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി എന്താണ് ഒരു ഹോളോ എൻസൈം? ഈ അപ്പോ എൻസൈമും കോഫാക്ടറും ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കോൺജുഗേറ്റഡ് എൻസൈം എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളുണ്ട്. എന്താണ്? പ്രോട്ടീൻ ഭാഗവുമുണ്ട്, അതിന് അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ ഭാഗത്തിന് കോഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കോഫാക്ടർ പ്ലസ് അപ്പോ എൻസൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അതാണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ? കോഫാക്ടർ പ്ലസ് അപ്പോ എൻസൈം. ഓക്കെ, അതൊരു ആക്റ്റീവ് എൻസൈമാണ്. ഇനി നമുക്ക് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സും അവരുടെ കോ എൻസൈംസുകളും നോക്കാം. ഓക്കെ, കോഎൻസൈം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കോഎൻസൈമിൽ 2 വിഭാഗങ്ങൾ വരുന്നുണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പും കോ സബ്സ്ട്രേറ്റും. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ടൈറ്റ്ലി ബൗണ്ട് ആണ്, കോ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ലൂസ്ലി ബൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വൈറ്റമിൻ ബി കോംപ്ലക്സും അവരുടെ കോ എൻസൈംസ് നോക്കാം. ആദ്യത്തെ വൈറ്റമിൻ B1, അതിനെ നമ്മൾ തൈമിൻ എന്ന് പറയും. അവരുടെ കോ എൻസൈം ആണ് TPP, ദാറ്റ് ഈസ് തൈമിൻ പൈറോഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി വൈറ്റമിൻ B2നെയാണ് റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത്. അവരുടെ കോ എൻസൈം ആണ് FAD-FMN. ഓക്കെ, ഇനി വൈറ്റമിൻ B3 ഏതാണ്? വൈറ്റമിൻ B3 ആണ് നിയാസിൻ എന്ന് പറയും. അവരുടെ കോ എൻസൈംസ് ആണ് NAD-NADP. ഓക്കെ, ഇപ്പം നിയ NN. ഓക്കെ, നിയാസിൻ എന്ന് പറയുമ്പോൾ NAD-NADP. ഇനി B5നെയാണ് പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയുന്നത്. അവരുടെ കോ എൻസൈം ആണ് കോഎൻസൈം A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് B1 എന്ന് പറയുമ്പോൾ തൈമീൻ, അപ്പോൾ അതിൽ തന്നെ TPP, തൈമീൻ TPP. റൈബോഫ്ലേവിൻ, ആ F എടുത്ത് ഓർത്താൽ മതി, FAD-FMN. ഓക്കെ, ഇനി നിയാസിൻ എന്ന് പറയുമ്പോൾ N ഓർത്ത് വയ്ക്കാം, അപ്പോൾ NAD-NADP. ഓക്കെ, ഇനി പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയുമ്പോൾ കോഎൻസൈം A ആണ്, പാൻറ്റോതെനിക് ആസിഡ് കോഎൻസൈം A. അതുപോലെ വൈറ്റമിൻ B6നെയാണ് പിരിഡോക്സിൻ വൈറ്റമിൻ B6. അവരുടെ കോഎൻസൈമിൻ്റെ പേരാണ് PLP. PLP എന്ന് പറഞ്ഞാൽ പിരിഡോക്സൽ ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, പിരിഡോക്സൽ ഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി B7 ഏതാണ്? ബയോട്ടിൻ. ഓക്കെ, B7 എന്ന് പറയുമ്പോൾ ബയോട്ടിൻ. അവരുടെ കോഎൻസൈം ആണ് ബയോസൈറ്റിൻ. ഇപ്പോൾ ബയോസൈറ്റിൻ. ഓക്കെ, B9 ആണ് ഫോളിക് ആസിഡ്, അത് THF, ദാറ്റ് ഈസ് ടെട്രാ ഹൈഡ്രോഫോളിക് ആസിഡ്. ഓക്കെ, അവരുടെ കോഎൻസൈമിൻ്റെ പേരാണ് THF, ദാറ്റ് ഈസ് ടെട്രാ ഹൈഡ്രോഫോളിക് ആസിഡ്. ഓക്കെ, ഇനി വൈറ്റമിൻ B12 ആണ് ഇത്? ഡിയോക്സി അഡിനോസിൽ കൊബാലമീൻ. ഓക്കെ, കൊബാലമീൻ. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വൈറ്റമിൻ ബി കോംപ്ലക്സും അവരുടെ കുറേ കോഎൻസൈംസുകളാണ്. B1 എന്ന് പറയുമ്പോൾ TPP, B2 FAD-FMN, നിയാസിൻ എന്ന് പറയുമ്പോൾ NAD-NADP, പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയുമ്പോൾ കോഎൻസൈം A, പിരിഡോക്സിൻ എന്ന് പറയുമ്പോൾ PLP എന്ന് പറഞ്ഞാൽ പിരിഡോക്സൽ പൈറോഫോസ്ഫേറ്റ്. B7 എന്ന് പറയുമ്പോൾ ബയോട്ടിൻ, അവരുടെ കോഎൻസൈം ആണ് ബയോസൈറ്റിൻ. ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ B9, അവരുടെ കോഎൻസൈം ആണ് ടെട്രാ ഹൈഡ്രോഫോളിക് ആസിഡ്. വൈറ്റമിൻ B12 ആണ് ഡിയോക്സി അഡിനോസിൽ കൊബാലമൈൻ. ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നവരാണ്. അവരൊരിക്കലും ഒരു റിയാക്ഷൻ സമയത്ത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുകയോ ചെയ്യുന്നില്ല. അതുമാത്രമല്ല
എല്ലാ സെൽ റിയാക്ഷനും എൻസൈംസുകൾ ആവശ്യമാണ്. കാരണം എൻസൈംസുകളാണ് ആ വേഗത കൂട്ടാൻ, ആ റിയാക്ഷൻ്റെ വേഗത കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർ. അപ്പോൾ എൻസൈംസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മിക്ക എൻസൈംസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ്. വളരെ കുറച്ച് RNA കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ നമ്മൾ റൈബോസൈംസ് എന്ന് പറയും. ആൻഡ് ദേ ആർ ഹൈലി സ്പെസിഫിക്. അവരൊരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയും ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയും ചെയ്യുന്നവരാണ് എൻസൈംസുകൾ. അതുപോലെ തന്നെ ഫൈനൽ ഇക്വിലിബ്രിയം അവരൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ടൈപ്സ് ഓഫ് എൻസൈം നമ്മൾ പറഞ്ഞു. സിമ്പിൾ ഉണ്ട്, കോൺജുഗേറ്റഡ് ഉണ്ട്. കോൺജുഗേറ്റഡിൽ 2 ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോ എൻസൈമും കോഫാക്ടറും. അതിൽ ഈ കോഫാക്ടർ പ്ലസ് അപ്പോ എൻസൈമിനെയാണ് മൊത്തത്തിലുള്ള ഒരു ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അതാണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത്. പിന്നെ കോഫാക്ടറിൽ പിന്നെ 2 ഡിവിഷൻസ് വരുന്നുണ്ട്, മെറ്റൽ അയൺസും കോ എൻസൈംസും. അതിൽ കോ എൻസൈംസിൽ 2 ഡിവിഷൻസ് വരുന്നുണ്ട്, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പും കോ സബ്സ്ട്രേറ്റും. പിന്നെ മെറ്റൽ അയൺസിലും 2 ഡിവിഷൻ വരുന്നുണ്ട്, മെറ്റൽ ആക്ടിവേറ്റഡും മെറ്റാലോ എൻസൈംസുകളും. ഓക്കെ. ഹോളോ എൻസൈം ഞാൻ പറഞ്ഞു, അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ അവരാണ് ആക്റ്റീവ് എൻസൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ ബി കോംപ്ലക്സും അവരായിട്ട് റിലേറ്റ് ചെയ്ത കോ എൻസൈംസുകളാണ്. B1, TPP, റൈബോഫ്ലേവിൻ, FAD, FMN, നിയാസിൻ, NAD, NADP, പാൻറ്റോത്തനിക് ആസിഡ്, കോ എൻസൈം എ, പിറിഡോക്സിൻ, PLP, ബയോട്ടിൻ, ബയോസൈറ്റിൻ, ഫോളിക് ആസിഡ്, ടെട്രാ ഹൈഡ്രോഫോളിക് ആസിഡ്, THF എന്ന് പറയും. വൈറ്റമിൻ B12 ആണ്, ഡിയോക്സി അഡിനോസിൽ കൊബാലമൈൻ. ഇത്രയൊക്കെയല്ലേ. ഇനി അടുത്തതാണ് എൻസൈംസിൻ്റെ നെയിമിങ്ങും ക്ലാസിഫിക്കേഷനും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. മോസ്റ്റ് എൻസൈം എൻഡ് വിത്ത് എയ്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എയ്സ് എന്നുള്ള രീതിയിലാണ് ഹെക്സോകൈനേസ് കണ്ടോ. അപ്പോൾ എയ്സ് എന്നുള്ള രീതിയിലാണ് എൻസൈംസുകൾ എൻഡ് ചെയ്യുന്നത്. പിന്നെന്താണ്, മിക്കവർക്കും ഒരു കോമൺ നെയിം അല്ലെങ്കിൽ ട്രൈവിയൽ നെയിംസ് ഉണ്ട്. അപ്പോൾ എൻസൈംസിന് എപ്പോഴും ഒരു കോമൺ നെയിം അല്ലെങ്കിൽ ഒരു ട്രൈവിയൽ നെയിം ഉണ്ട്. ഇപ്പോൾ അതിന് ഉദാഹരണം ട്രിപ്സിൻ, അതൊരു കോമൺ നെയിമാണ്. അപ്പോൾ അവർക്ക് എൻസൈംസ് എന്ന് പറയുമ്പോൾ അത് എൻഡ് ചെയ്യുന്നത് എയ്സ് വെച്ചിട്ടാണ്. അവർക്കൊരു കോമൺ നെയിം അല്ലെങ്കിൽ ട്രൈവിയൽ നെയിം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് നെയിംസ് ആർ ഗിവൺ ബൈ എൻസൈം കമ്മീഷൻ. സിസ്റ്റമാറ്റിക് നെയിംസുകൾ എൻസൈം കമ്മീഷൻ സിസ്റ്റമാറ്റിക് നെയിംസുകൾ കൊടുക്കുന്നുണ്ട്. സിസ്റ്റമാറ്റിക് നെയിം എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റും പിന്നെ ആ ഒരു റിയാക്ഷനും പിന്നെ എയ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ മാലേറ്റ് ഡീഹൈഡ്രോജീനേസ് കണ്ടോ. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ പേര് മാലേറ്റ്, ആ റിയാക്ഷൻ ഡീഹൈഡ്രോജീനേഷൻ റിയാക്ഷൻ ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എയ്സ് കണ്ടോ. അപ്പോൾ മാലേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇതാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക് നെയിം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഈസി നമ്പർ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഹെക്സോകൈനീസിൻ്റെ ഈസി നമ്പറാണ് 2712. അപ്പോൾ അതിൽ എന്തെന്നാണ് ഈ ഓരോ ഡിജിറ്റ്സുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാസ്, പിന്നെ സബ് ക്ലാസ്, പിന്നെ സബ് ക്ലാസ്സസ്, പിന്നെ സീരിയൽ നമ്പർ, അങ്ങനെ. ഓക്കെ. അപ്പോൾ എൻസൈം ക്ലാസ്സസ് നമുക്ക് ഫസ്റ്റ് EC1 ഒന്നാമത്തെ ക്ലാസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസസ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസസ്. അവരെ ഫങ്ഷൻ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുക എന്നതാണ്. പിന്നെ രണ്ടാമത്തെ എൻസൈം ക്ലാസ് ആണ് ട്രാൻസ്ഫറേസസ്. അവർ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഹൈഡ്രോലൈസസ്, അതായത് വാട്ടറും കൊണ്ടുള്ള സ്പ്ലിറ്റിംഗ്, ഹൈഡ്രോലൈസിസ് റിയാക്ഷന് ഹെൽപ്പ് ചെയ്യും. ലൈസസ് എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഗ്രൂപ്പിനെ ആഡ് ചെയ്യുക റിമൂവ് ചെയ്യും. അവിടെ വാട്ടർ ഉപയോഗിക്കാതെ ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യുക ആഡ് ചെയ്യുന്നതാണ് ലൈസസ് ചെയ്യുന്നത്. ഐസോമറൈസസ് എന്ന് പറഞ്ഞാൽ ഐസോമറൈസേഷൻ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ലിഗേസസ് എന്ന് പറയുന്നത് 2 മോളിക്യൂൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കും, അവർ ATP ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസ്ലോക്കേസസ് എന്ന് പറഞ്ഞാൽ ചില മോളിക്യൂൾസിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ എൻസൈം ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ EC1 എന്ന് പറയുമ്പോൾ ഓക്സിഡോ റിഡക്റ്റേസസ്, EC2 ട്രാൻസ്ഫറേസസ്, EC3 ഹൈഡ്രോലൈസസ്, EC4 എന്ന് പറഞ്ഞാൽ ലൈസസ്, EC5 ഐസോമറൈസസ്, EC6 ലിഗേസസ്, EC7 ട്രാൻസ്ലോക്കേസസ്. ഓക്കെ. ഇനി വേറെ 2 സംഭവങ്ങളുണ്ട്, സിന്തേസും സിന്തറ്റേസും തമ്മിലുള്ള ഡിഫറൻസ്. സിന്തറ്റേസ് ഉണ്ടോ. അപ്പോൾ സിന്തേസും സിന്തറ്റേസും തമ്മിലുള്ള വ്യത്യാസം, സിന്തേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ATP ആവശ്യമില്ല. അതുപോലെ തന്നെ അവർ ലയേസസിൻ്റെ വിഭാഗത്തിൽ വരുന്നവരാണ് സിന്തേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സിന്തേസും സിന്തറ്റേസും തമ്മിലുള്ള വ്യത്യാസം, സിന്തേസ് എന്ന് പറയുന്ന എൻസൈംസിന് ATP വേണ്ട, ലയേസസിൻ്റെ വിഭാഗത്തിൽ വരുന്നവരാണ്. സിന്തറ്റേസ് എന്ന് പറയുമ്പോൾ അവർക്ക് ATP വേണം, അവർ ലിഗേസസിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്, ലിഗേസസ്. ഓക്കെ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഓക്സിഡോ റിഡക്റ്റേസസ്.
ഓക്സിഡോ റിഡക്റ്റേസസ്. ഈ ഓക്സിഡോ റിഡക്റ്റേസ് നമ്മൾ ഇത്തിരി മുമ്പ് കേട്ടില്ലേ, ഏതാണ്? ഫസ്റ്റ് എൻസൈം ക്ലാസ്സിൽ വരുന്നവരാണ് ഓക്സിഡോ റിഡക്റ്റേസസ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഓക്സിഡേസസ് നോക്കാം. ഓക്സിഡേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് അവർ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഓക്സിജൻ ഒരിക്കലും പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസസ് എന്ന് പറയുന്നത് അവരുടെ അവരുപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജനാണ്. ഓക്സിജൻ ആസ് ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഓക്സിജനെയാണ് എന്തായിട്ട് ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്, ഓക്സിജനെയാണ്. ഇനി ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ NAD+ അല്ലെങ്കിൽ FADനെയാണ് ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്. പെറോക്സിഡേസ് എന്ന് പറയുമ്പോൾ അവർ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്സിജനേസ് എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് ഓക്സിജനെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നവരാണ്. ഓക്കെ, അതിൽ മോണോ ഓക്സിജനേസ് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ ആറ്റത്തിനെ ആഡ് ചെയ്യുന്നവരും, ഡൈ ഓക്സിജനേസ് എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റത്തിനെ ആഡ് ചെയ്യുന്നവരാണ്. ഓക്കെ, അത്ര ഓക്കെ ആണോ? അപ്പോൾ ടൈപ്സ് ഓഫ് ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന് പറയുമ്പോൾ ഓക്സിഡേസസ് ഉണ്ട്, ഡീഹൈഡ്രോജിനേസ്, പെറോക്സിഡേസ്, ഓക്സിജനേസസ്. ഓക്സിഡേസസ് എന്ന് പറയുമ്പോൾ ഓക്സിജനെയാണ് ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ NAD+ FAD ആണ് അവരുടെ ഇലക്ട്രോൺ അക്സെപ്റ്റർ. പെറോക്സിഡേസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അവരുടെ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഓക്സിജനേസസ് എന്ന് പറഞ്ഞാൽ അവർ ഓക്സിജനെ നേരിട്ട് പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുപോയി ആഡ് ചെയ്യും. പിന്നെ മോണോ ഓക്സിജനേസ് എന്ന് പറയുമ്പോൾ അവർ ഒരു ഓക്സിജൻ ആറ്റമിനെ ആഡ് ചെയ്യുള്ളൂ. ഡൈ ഓക്സിജനേസ് എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റത്തിനെ ആഡ് ചെയ്യും. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഒരു എൻസൈം വർക്ക് ചെയ്യുന്നതും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്താണ്, പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.